പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുൽഹിജ്ജയുടെ മഹത്വം. ദുൽഹിജ്ജ മാസം ഇസ്ലാമിക വർഷത്തിലെ ഏറ്റവും ബഹുമാന്യമായ മാസങ്ങളിൽ ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്, ഖുർബാനി, അറഫ സംഗമം എന്നിവയൊക്കെ. ദുൽഹിജ്ജയുടെ മഹത്വം എന്ന് പറയുന്നത് ഖുർആനിൽ അള്ളാഹു ഈ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നു. ഫജറിനെ കൊണ്ട്, 10 രാവുകളെ കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടതായ സൽക്കർമ്മങ്ങൾ നടത്തുന്ന ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ഈ 10 ദിനങ്ങളാണ് എന്ന്. അതിനാൽ നമസ്കാരം, നോമ്പ്, അതുപോലെ ദിക്ർ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ എന്നിവയെല്ലാം ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അറഫ ദിനത്തിൻ്റെ പ്രത്യേകത, ദുൽഹിജ്ജ 9-നാണല്ലോ അറഫ സംഗമം. ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന ആ ഒരു ദിവസം, ആ ദിവസത്തിൽ നോമ്പെടുക്കുന്നവർക്ക് കഴിഞ്ഞ വർഷത്തെയും വരുന്ന വർഷത്തെയും പാപങ്ങൾ മോചിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ദിവസത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്നതാണ് ഏറ്റവും ഉത്തമമായ ദിക്ർ. ദുൽഹിജ്ജ 10-ന് ഈദുൽ അദ്ഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ആ ഒരു ത്യാഗത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു ദിവസം. നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പന. ആ കൽപ്പനക്ക് മുന്നിൽ സ്വന്തം ആഗ്രഹങ്ങളെ സമർപ്പിക്കാനുള്ള ഒരു മനസ്സാണ്. കുർബാനി നൽകുന്നത് സമ്പത്തിൻ്റെ ആ ഒരു ശുദ്ധീകരണവും അയൽക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധവും. കുർബാനി എന്നതിൻ്റെ അർത്ഥം തന്നെ അടുക്കുക എന്നതാണ്. അങ്ങനെ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി നിശ്ചിത സമയത്ത് മൃഗത്തെ അറുത്ത് ബലി നൽകുന്നതിനെയാണ് ദുൽഹിജ്ജ 1 മുതൽ തശ്രീഖ് ദിവസം വരെ, അതായത് ആ ഒരു ദിവസങ്ങളിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ ഉച്ചത്തിൽ ചൊല്ലുക. അറഫ ദിനത്തിൽ നോമ്പെടുക്കുക, നന്നായിട്ട് അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക. ആ ദിവസങ്ങളിൽ അള്ളാഹുലേക്ക് തിരിയാൻ ഇതിനും നല്ല അവസരം നമുക്ക് ഇനി ലഭിക്കാനില്ല. ഈ 10 ദിവസങ്ങളിലും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിലേക്ക് അടുക്കാനുള്ള വാതിലുകളാണ് നമ്മൾ ജീവിതത്തെ പുതുക്കാനുള്ള അവസരമായിട്ട് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ദുൽഹിജ്ജയിലെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മഗ്ഫിറത്തിലേക്കും ജന്നാത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നയിക്കട്ടെ. വാഖിർ ദവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.